ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. പീതാംബരം കരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണീയം ദശകം 31. മഹാബലി ദർപ്പശമനം. പ്രീത്യാ ദൈത്യസ്തവ തനുമഹ പ്രേക്ഷണാൽ സർവദാപി ത്വമാരാധ്യന്നജിതരജയന്നഞ്ജലിം സഞ്ജഗാത മത്തക്കിം തേ സമഭിലഷിതം വിപ്രസൂനോ വദത്വം വിത്തം ഭക്തം ഭവനമവനീം വാപി സർവം പ്രദാസ്യേ. ആർക്കും പരാജിതനാക്കാൻ കഴിയാത്ത മഹാവിഷ്ണു, അങ്ങയുടെ ശരീര തേജസ്സിനാൽ സംപ്രീതനായി എല്ലാവിധത്തിലും അങ്ങയെ ആരാധിക്കുന്ന മഹാബലി കൂപ്പുകൈകളോടെ പറഞ്ഞു: ഹേ ബ്രാഹ്മണബാല, അങ്ങ് എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്തെന്ന് പറയുക. ധനവും ഭക്ഷണവും ഭവനവും ഭൂമിയും എന്നുവേണ്ട, അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ഞാൻ ദാനമായി തരുന്നതാണ്. താമക്ഷീണാം ബലിഗിരമുപാകർണ്യകാരുണ്യപൂർണോപ്യൽസ്യേകം ശമയിതുമനാ ദൈത്യവംശം പ്രശംസൻ ഭൂമിം പാദത്രയപരിമിതാം പ്രാർത്ഥയാമാസി ദത്വം സർവം ദേഹീതി നിഗദിതേ കസ്യ കാഹാസ്യം ന വാ സ്യാത്. മഹാബലി ദൃഢമായി പറഞ്ഞ ഈ വാക്കുകേട്ട് അവനിൽ കാരുണ്യമുള്ളവനെങ്കിലും ഗർവം കുറയ്ക്കാൻ ആഗ്രഹിച്ചിരുന്ന അങ്ങ് 3 കാൽച്ചുവടുകൊണ്ടളക്കാവുന്ന ഭൂമിയെ ദാനമായി അപേക്ഷിച്ചു. സർവവും തരികയെന്നു പറയുന്നവൻ എല്ലാവരുടെയും മുൻപിൽ പരിഹാസപാത്രമായി തീരുന്നു. വിശേഷം മാം ത്രിപദമിഹ കിം യാജസേ ബാലിശസ്ത്വം സർവാം ഭൂമിം വൃണു കിം അമുനേത്യാലപത്വാം സതൃപ്യൻ യസ്മാദർപ്പാൽ ത്രിപദപരിപൂർത്യക്ഷമക്ഷേപവാദാൻ ബന്ധൻ ചാസാവഗമദർഹോബി ഗാഢോപശാന്ത്യൈ. ത്രിലോകാധിപതിയായ എന്നോട് 3 കാൽച്ചുവട് മണ്ണ് യാചിക്കുന്നതെന്താണ്? അങ്ങയുടെ ബുദ്ധി ബാലിശമാണ്. 3 കാൽച്ചുവട് കൊണ്ട് എന്തു പ്രയോജനം? ഭൂമി മുഴുവൻ യാചിക്കുക എന്ന അഹങ്കാരിയായ മഹാബലി അങ്ങയോട് പറഞ്ഞു. ഈ അഹങ്കാരം നിമിത്തം അർഹതയില്ലാതിരുന്നിട്ട് പോലും 3 കാൽച്ചുവട് ഭൂമി പരിപൂർണമായി നൽകാൻ കഴിയാതിരുന്ന ബലിക്ക് നിന്ന നിറഞ്ഞ വാക്കുകളും ബന്ധനവും അഹങ്കാരശമനത്തിനായി സഹിക്കേണ്ടി വന്നു. പാദത്രയ്യായതിനമുദിതോ വിഷ്ടഭൈർനാഭിതുഷ്യേദിത്യുക്തേസ്മിൻ വരദ ഭവതേ ധാതുകാമേധതോയം ദൈത്യാചാര്യസ്തവ ഖലു പരീക്ഷാർത്ഥിന പ്രേരണാത്തം മാമാദേയം ഹരിരയമിതി വ്യക്തമേവാബഭാഷേ. ഹേ വരദായക, 3 കാൽച്ചുവട് കൊണ്ട് സന്തോഷം ലഭിക്കയില്ലെങ്കിൽ 3 ലോകങ്ങളാലും സന്തോഷം അനുഭവപ്പെടുകയില്ല എന്ന് അങ്ങയുടെ വാക്കുകേട്ട് മഹാബലി ദാനത്തിനു മുമ്പുള്ള ജലദാനത്തിനൊരുങ്ങിയപ്പോൾ അദ്ദേഹത്തെ വീണ്ടും പരീക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന അങ്ങയുടെ പ്രേരണയാൽ ശുക്രാചാര്യർ ഈ ദാനം നൽകരുത്, ഇദ്ദേഹം മായാവിയായ വിഷ്ണുവാണ് എന്ന് ബലിയോട് വ്യക്തമായി പറഞ്ഞു. യാചത്യേവം യതി സ ഭഗവാൻ പൂർണ്ണകാമോസ്മി സോഹം ദാസ്യാമേവ സ്ഥിരമിതി വദൻ കാവ്യശബ്ദോപി ദൈത്യ വിന്ധ്യാവല്യാ നിജദൈതയാ ദത്തപാദ്യായ തുഭ്യം
ചിത്രം ചിത്രം സകലമപി സ പ്രാർപ്പയാത്വോയപൂർവം. വിഷ്ണു ഭഗവാനാണ് ഇങ്ങനെ യാചിക്കുന്നതെങ്കിൽ ഞാൻ എല്ലാ ആഗ്രഹങ്ങളും നിറവേറിയവനായി സന്തുഷ്ടനും പരമഭാഗ്യവാനുമായി ഈ ദാനം നൽകും എന്നു ദൃഢമായി പറഞ്ഞ മഹാബലി ആചാര്യനായ ശുക്രനാൽ ശപിക്കപ്പെട്ടുവെങ്കിലും തൻ്റെ പത്നിയായ വിന്ധ്യാവലിയാൽ പാദജലം കൊടുക്കപ്പെട്ട അങ്ങയ്ക്ക് തൻ്റെ സകല വസ്തുക്കളും ഉദകരൂപത്തിൽ സമർപ്പിച്ച് എന്താശ്ചര്യം! നിസ്സന്ദേഹം ദിതികുലപദൗ ത്വയ്യശേഷാർപ്പണം തദ്വ്യാധന്യോനേ മുമുജുർഷയ സാമരാ പുഷ്പവർഷം. ദിവ്യം രൂപം തവ ച തദിദം പശ്യതാം വിശ്വഭാജാമുച്ചൈരുച്ചൈരവൃതവദീകൃത്യ വിശ്വാണ്ഡഭാണ്ഡം. അസുരചക്രവർത്തി നിസ്സന്ദേഹം തൻ്റെ സർവസ്വവും അങ്ങയ്ക്ക് അർപ്പിച്ചപ്പോൾ ദേവഗണങ്ങളും ഋഷിഗണങ്ങളും പുഷ്പവൃഷ്ടി നടത്തി. ലോകത്തിലുള്ളവരെല്ലാം കണ്ടുകൊണ്ടിരിക്കെ അങ്ങയുടെ ദിവ്യരൂപം വിശ്വാണ്ഡത്തിൻ്റെ ഉപരിഭാഗത്തോളം വളർന്നു. ത്വൽപാദാഗ്രം നിജപദഗതം പുണ്ഡരീകോത്ഭവോऽസൗ കുണ്ഠിതോ യൈരസിജത് പുനജ്ഞാദ്യജ്ജലം വിശ്വലോകാൻ. ഹർഷോത്കർഷാൽ സുബഹുനൃതേ ഖേചരൈരുത്സവേസ്മിൻ ഭേരിന്നിഘ്നൻ ഭുവനമജരജ്ജാംബവാൻ ഭക്തിശാലി. മുകളിലെ ലോകത്തെ അളക്കാനായി മേൽപോട്ടുയർത്തിയ അങ്ങയുടെ പാദം സത്യലോകത്തിലെത്തിയപ്പോൾ പുണ്ഡരീക സംഭവനായ ബ്രഹ്മാവ് കമണ്ഡലുവിലെ ജലത്താൽ അതു കഴുകി. ആ ജലം പിന്നീട് ഗംഗാനദിയായി ഒഴുകി വിശ്വത്തെ ആകെ ശുദ്ധീകരിച്ചു. ഈ ഉത്സവവേളയിൽ ആകാശസഞ്ചാരികളായ സിദ്ധലോകം ഹർഷം പൂണ്ട് വളരെയേറെ നൃത്തം ചെയ്തു. ഭക്തശിരോമണിയായ ജാംബവാൻ ഭേരിനിസ്വനം മുഴക്കി ലോകം മുഴുവൻ ചുറ്റി നടന്നു. താവദ്ദൈത്യാസ്ത്വനുമതിവൃഥേ ഭർത്തുരാരാബ്ധയുദ്ധാ ദേവോപേതൈർഭവദനുചരൈ സംഗതാഭംഗമാപൻ. കാലാത്മായം വസതി പുരതോ യദ്വശാൽ പ്രാഗ്ജിദാസ്മ കിങ്കോ യുദ്ധൈരിതി ബലിഗിരാ തേദപാതാളമാപൂ. അപ്പോൾ യജമാനന്റെ അനുമതി കൂടാതെ യുദ്ധത്തിനൊരുങ്ങിയ അസുരന്മാർ ദേവന്മാരുടെ സഹായത്തോടുകൂടിയ അങ്ങയുടെ ഭൃത്യന്മാരോട് ഏറ്റുമുട്ടി പരാജിതരായിത്തീർന്നു. യമരാജസ്വരൂപനായ ഭഗവാൻ ഇപ്പോൾ മുൻപിലുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായത്താൽ പണ്ട് നമ്മൾ വിജയികളായി ജീവിച്ചു. ഇനി യുദ്ധം എന്തിന് എന്നീ പ്രകാരമുള്ള മഹാബലിയുടെ വാക്കുകേട്ട് അസുരന്മാർ പാതാളത്തിലേക്ക് മറഞ്ഞു. പാശൈർബദ്ധം പദകപതിനാ ദൈത്യമുച്ചൈരവാദീസ്താർത്ഥീകം ദിശ മമ പദം കിം ന വിശ്വേശ്വരോസി. പാദം മൂർധ്നി പ്രണയ ഭഗവൻ നിത്യകമ്പം വദന്തം പ്രഹ്ലാദസ്തം സ്വയമുപഗതോ മാനയസ്ത്വന്നസ്തവിത്വാം. പക്ഷീന്ദ്രനായ ഗരുഡനാൽ കയറുകൊണ്ട് ബന്ധിതനായ മഹാബലിയോട് അങ്ങ് ഉറക്കെ പറഞ്ഞു, 3 ലോകങ്ങൾക്കും നാഥനായ അങ്ങ് എനിക്ക് 3ാമത്തെ കാൽച്ചുവടിനുള്ള സ്ഥലം തന്നാലും. അതുകേട്ട്, ഹേ ഭഗവാനെ, 3ാമത്തെ കാലടി എൻ്റെ ശിരസ്സിൽ അർപ്പിക്കുക എന്ന അചഞ്ചലനായി പറഞ്ഞ മഹാബലിയുടെ അരികിലെത്തിയ പ്രഹ്ലാദൻ അങ്ങയെ ബഹുമാനിച്ച് സ്തുതിച്ചു. ദർപ്പോചിത്തൈ വിഹിതമഖിലം ദൈത്യസിദ്ധോസി പുണ്യൈർലോകസ്തേസ്തു ത്രിദിവ വിജയീ വാസവത്വം ച പശ്ചാത്. മത്സായുജ്യം ഭജ ച പുനരിത്യജ്ഞഗൃഹ്ണാ ബലിം തം വിപ്രൈ സന്താനിതമഖവര പാഹി വാതാലയേശ. ഹേ അസുര, അങ്ങയുടെ അഹങ്കാര ശമനത്തിനാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. പുണ്യകർമ്മങ്ങൾ നിമിത്തം ജന്മസാഫല്യം നേടിയ അങ്ങ് സ്വർഗത്തേക്കാൾ മാഹാത്മ്യമേറിയ സുതല ലോകത്തിൽ വസിച്ചാലും അതിനുശേഷം അങ്ങയ്ക്ക് ഇന്ദ്രസ്ഥാനവും എൻ്റെ സായുജ്യവും ലഭിക്കും എന്നീ പ്രകാരം പറഞ്ഞ് ബ്രാഹ്മണശ്രേഷ്ഠന്മാരാൽ പൂർത്തിയാക്കപ്പെട്ട
ജിദ്യോഗത്തോടുകൂടിയ അങ്ങ് മഹാബലിയെ അനുഗ്രഹിച്ചു. അല്ലയോ ഗുരുവായൂരപ്പ, എന്നെയും അനുഗ്രഹിക്കണേ. ശ്രീ ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായേ നമ. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.